السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് ഇബ്നു ഹബ്ബാൻ തൻ്റെ സഹീൽ റിപ്പോർട്ട് ചെയ്തു. ജാഅത് ഇംറാത്തുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ബന്ധു ചെന്നു. യാ റസൂലല്ലാഹ് അന വാഫിദുൻ നിസാഇ ഇലൈക, നബിയെ ഞാൻ മദീനത്തെ പെണ്ണുങ്ങളെ ഒരു പ്രതിനിധിയായിട്ട് നിങ്ങളുടെ നാൾ വന്നരെ, അങ്ങനെ എല്ലാവരെയും മനസ്സിലുള്ള ഒരു ആഗ്രഹത്തെ നിങ്ങളുടെ പ്രകടിപ്പിക്കുവാനാണ് വന്നരെ. ഹാദൽ ജിഹാദു കതബഹുല്ലാഹു അല റിജാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ജിഹാദിനെ ആനിക്ക് അള്ളാഹു ഫർലാക്കിട. അള്ളാഹുടെ ദീനിന് മേനായിട്ട് ശത്രുക്കളുടെ യുദ്ധം ചെയ്യണം, അത് ആനിങ്ങും അള്ളാഹു ഫർലാക്കിട. അങ്ങ് അതിലൊരുപാട് പ്രതിഫലം അങ്ങ് കിട്ടും. അങ്ങ് മരിച്ചു പോയെങ്കിൽ അങ്ങ് ശുഹദാക്കളെ വലിയ ഒരു സ്ഥാനം അങ്ങ് അള്ളാഹു കൊടുക്കണം. അപ്പോൾ ഫമാലന മിൻ ദാലിക, നബിയെ ഞങ്ങൾ പെണ്ണിങ്ങ നഹ്നു മഅശറൻ നിസായി നഖൂമ അലൈഹിം ഫമാലന മിൻ ദാലിക, നബിയെ ഞങ്ങൾ പെണ്ണിങ്ങ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വലിയൊരു പ്രതിഫലം ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഇല്ലല്ലോ നബിയെ. ആനിങ്ങ ജിഹാദ് പോയിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് രക്തസാക്ഷിയായിട്ട് സ്വർഗ അങ്ങ് പ്രാപ്തിയാക്കിയിട്ടുള്ളാർ. പക്ഷെ ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു അവകാശം കിട്ടിയെങ്കിൽ ഞങ്ങൾ വന്നിട്ട് നിങ്ങളുടെ യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും ഒരു രക്തസാക്ഷിയോടെ ഭാഗ്യം കിട്ടിയെങ്കിൽ അതുക്ക് നിങ്ങൾ അനുമതി തന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഭരന്താ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പെണ്ണിങ്ങ എല്ലാ പെണ്ണിങ്ങളെ മനസ്സിലുള്ള ഒരു ആശയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വെച്ചിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുക, അബ്ലിഗി മൻ ലഖീതി മിനൻ നിസാ, പെണ്ണെ നിങ്ങളുടെ ഒരു കാര്യം ഒരു ചെല്ലുക, ആ കാര്യത്തെ എല്ലാ പെണ്ണിങ്ങും പോയിട്ട് എത്തുപാട്ടു. നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് ജിഹാദ് ചെയ്യുകൂ, അള്ളാഹുടെ മാർഗത്ത് യുദ്ധം ചെയ്യുകയുള്ള ആശയിക്കൂ. പക്ഷെ ഞാനൊരു കാര്യം ചെല്ലുക, അത് എല്ലാവർക്കും എത്തുപാട്ടു. എന്തേ അന്ന ത്വാഅത്ത സൗജി വഅ്തിറാഫൻ ബിഹഖ്ഖിഹി യഅദിലു ദാലിക, നിങ്ങളെ ഔത്തുളു നിങ്ങളെ ആണുങ്ങളെ നിങ്ങളെ ഭർത്താക്കന്മാരെ അനുസരിച്ചിട്ട് അങ്ങനെ ഹക്കടെ സമ്മതിച്ചു കൊണ്ടു അങ്ങ് നിങ്ങൾ ചെയ്തതായ ആ ഒരു ഹിദ്മത്തുണ്ടല്ലേ, അത് ആനിങ്ങ അള്ളാഹുടെ ദീനുക ബേനായിട്ട് ശത്രുക്കളൊട്ട യുദ്ധം ചെയ്തക്ക് സമായിട്ട് പെണ്ണെ. പക്ഷേ ഖലീലും മിൻകുന്ന മൈ യഫ്അലു, പക്ഷേ അത് അധികരിച്ച പെണ്ണിങ്ങും അതിൽ ഫൈലായിട്ടിക്കിടും. അങ്ങ് ആനിങ്ങളെ ഹക്കടെ കറക്റ്റ് വീട്ടിൽ കൊടുക്കില്ല, ആനിങ്ങളെ ഹിദ്മത്ത് ചെയ്യുക അങ്ങ് റെഡിയായിട്ടിക്കില്ല. ആനിങ്ങളെ ആ ഒരു പത്നിയായിട്ടുള്ളതായ ആ ഒരു സ്ഥാനത്തെ കറക്റ്റായിട്ട് അതിൽ ഹക്കടെ വീടില്ല. ഒരു പക്ഷേ അങ്ങ് ആനിങ്ങളെ ബേനും പോലെ ഹിദ്മത്ത് ചെയ്തിട്ട് ഒരു പത്നിയുടെ ആ ഒരു പാത്രത്തെ പൂർണ്ണമായ നിലക്ക് നിർവഹണമാക്കിയിട്ടെങ്കിൽ ആനിങ്ങ അള്ളാഹുടെ മാർഗത്ത് യുദ്ധം ചെയ്ത് ജിഹാദ് ചെയ്തേക്ക് ഇത് സമാനായിട്ടേക്ക് ഔത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ കൂലിൻ്റെ പ്രാപ്തിയാക്കാവുകൊണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലും. ഇന്നൊരു റിപ്പോർട്ടിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ല്, ലൗ കാന മിൻ ഖദമിഹി ഇലാ മഫ്റഖി റഅസിഹി ഖർഹത്തുൻ തംബജിസുൻ ബിൽ ഖൈഹി വസ്വദീദ്, ഒരു ഭർത്താവുടെ മേൽ പെണ്ണിങ് എത്രത്തോളം കടപ്പാടുണ്ട് ചെന്നെങ്കിൽ അവൻ്റെ നെറ്റിനെ പിടിച്ചിട്ട് കാല് തോലും പൂർണ്ണമായിട്ടും കുറുവായിട്ട് പുണ്ണായിട്ട് അത് ചലലം അതിലുണ്ടായിട്ട് ഒലികിട്ടുണ്ട്. സുമ്മസ്തഖ്ബലത്തുഹു, എന്നിട്ട് ഭാര്യയായ അവൾ അതിനെ തുടച്ചിട്ട് അതിനെ തോത്തിട്ട് എടുക്കടാൾ. എങ്ങനെ തോത്തിട്ട് എടുക്കണേ? തുണി കൊണ്ടല്ല. ഫലഹസത്തുഹു, അവളെ നാവ് കൊണ്ട് നക്കിട്ട് ആ ആണിങ്ങളെ മേൽ ചീയായിട്ടില്ല പുണ്ണായിട്ട് ചീയായതായ ആ എല്ലാത്തെയും നാവ് കൊണ്ട് നക്കിയിട്ട് അവൾ ക്ലീനാക്കിയാൽ എങ്കിൽ മാ അദ്ദത്ത് ഹക്കഹു, ആണിങ്ങളെ ഹക്കടെ അവൾ വീഡിയോ പോലെ ആയിട്ടില്ല. അത്രത്തോളം ഒരു പെഞ്ഞായ അവൾക്ക്
ഭർത്താവിലൊട്ട കടപ്പാടുണ്ടോട്ടു അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. അപ്പോൾ ചെറിയ ചെറിയ വിഷയത്തിലെല്ലാം ആണിങ്ങളുടെ രേഖിട്ട് ഇന്നത്തെ ജനറേഷൻ്റെ പെണ്ണിങ്ങ അഥവാ പുതിയ ഇപ്പം മങ്ങിലായ ചില പെണ്ണുമക്ക ചെറിയ ചെറിയ വിഷയത്തിൽ ഗലട്ടാക്കിയിട്ട് നിനക്ക് ഡൈവോഴ്സ് വേണു, നിനക്ക് അത് വേണു, നന്നെ നിങ്ങൾ വിടൂ, നല്ല നിങ്ങൾ തൊലാക്ക് ചെല്ലറു ചെന്നിട്ട് ഗലാട്ടാക്കുന്നത് എത്ര വലിയൊരു ഗംഭീരമായ കാര്യമായിട്ടിക്കട്. അങ്ങ് പഠിപ്പിട കുറവല്ലാണ്ട് അങ്ങ് ഒരിക്കലും അങ്ങനെ ആക്കോ സാധ്യമുണ്ട. ഞങ്ങളെ പൂർവികരായ ഞങ്ങളെ മഹതിമാർ സ്വാലിഹത്തുകളായ പെണ്ണിങ്ങ അങ്ങനെ ഭർത്താക്കന്മാരിൽ നിന്നിട്ട് അങ്ങ് എത്രമാ കിറുക്കുലാനുഭവിച്ചിരാറ്. എന്ന് മാത്രമല്ല ഭർത്താവ് ഉഷാറിലുണ്ടായിട്ട് കിടത്തത്തിലായിട്ട് എത്രമാ കാല ബെഡിലായെങ്കിലും ആ ഭർത്താവിടെ കാൽഭാഗത്തിൽ പന്താണ്ട് മരിക്കത്തോല ഭർത്താവിടെ ഹിദ്മത്ത് ചെയ്ത കാരണം എന്തേ? അത് ഇങ്ങനത്തെ ഹദീസായിട്ടിക്കട്, അത് പഠിച്ചത് കൊണ്ടായിട്ടിക്കട്, അത് കേട്ടത് കൊണ്ടായിട്ടിക്കട്, അങ്ങ് വാലിലെല്ലാം കേട്ടത് കൊണ്ടായിട്ടിക്കട് അങ്ങ് ആനെ ഹിദ്മത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പെണ്ണുമക്കു ക്ലാസ്സും വേണ്ട, വാദം വേണ്ട, എന്തും വേണ്ട, വെറും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ മറ്റുള്ള എല്ലാ സോഷ്യൽ മീഡിയത്തിലും അങ്ങ് സജീവമായിട്ടിക്കടല്ലാണ്ട് ഇതൊന്നും അങ്ങ് കേൾക്കോ റെഡിയായിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഡൈവോഴ്സിലെ കേസ് ഇങ്ങനെ നിരന്തരമായിട്ടും മുസ്ലിം സമുദായത്തിൽ യാറായിട്ടുള്ളതും. അത് പഠിപ്പിട കുറവായിട്ടിക്കട്. ശരിക്കും ഭർത്താക്കന്മാരെ ഹക്കിടെ അങ്ങനെ കടപ്പാടെന്തിനുണ്ട് പെണ്ണുമക്കു പരിപാടി കൊടുക്കാൻ പറ്റിയൊരു കുടുംബത്തങ്ക് നിർബന്ധമായിട്ടിക്കട്. ഒരു മങ്ങിത്ത മുന്നോളൂ ശരി ഇങ്ങനത്തെ ഒരു ക്ലാസ്സെല്ലാം അങ്ങ് കൊടുത്തിട്ടു ഒരിക്കലും എന്ത് കഷ്ടബന്ധെങ്കിലും ഭർത്താവിൻ്റെ കൈവിടോ തീരാ. ചെറിയ ചെറിയ പിന്നെ ചെറിയ ചെറിയെല്ലാം എല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കട് മനസ്താപലം ഉണ്ടായിട്ടിക്കട്. അതുകൊണ്ട് ഇനി ഭർത്താവിടെ മേ ദോഷനാക്കിയിട്ട് അവൻ്റെ കൈവിടുന്നതിൽ ഒരർത്ഥവും ഇല്ലായിട്ട് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പെണ്ണുമക്കും നല്ല ഹിദായത്തും ഈമാനും അല്ലാഹു കൊടുത്തിട്ടും അങ്ങനെ ഭർത്താക്കന്മാർ ഖിദ്മത്ത് ചെയ്തിട്ട് ജിഹാദിക്ക് സമാനമായ ആ ഒരു വലിയ പുണ്യമുള്ള കാര്യത്തെ കരസ്ഥമാക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു